Welcome back to my institution. Important ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. A dot is put inside the shaded portion. Probability of dot is in the shaded portion. Just ഷോർട്ടാക്കി എഴുതുന്നുള്ളൂ. നമ്മളൊരു ഡോട്ട് ഇടുന്നു. ആ ഡോട്ട് എവിടെ ആയിരിക്കണം? ഷെയ്ഡഡ് പോർഷനിലായിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ത്? This is 30 degree. This is also 30. Vertically opposite angles are equal. 30 plus 30, 60. Remaining these two. 360 minus 60, 300. The ratio എടുത്താൽ മതി. 300 by 360 എങ്ങനെ വന്നു? ഫുൾ സർക്കിൾ. 300 degree by 360. റേഷ്യോ ആകുമ്പോൾ ഡിഗ്രി എഴുതുന്നുണ്ട്. 5/6. Red and black balls. 7 red balls, 4. ഒരു ബോക്സിനകത്ത് കുറച്ച് റെഡ് ബോൾസും ഉണ്ട്, ബ്ലാക്ക് ബോൾസും ഉണ്ട്. 7, 4, 1. Find the probability of taking a red ball. ഇതാണ് ഫസ്റ്റ് പാർട്ട്. റെഡ് എത്രയാണ്? അത് ന്യൂമറേറ്ററിൽ എഴുതുക. ടോട്ടലാണ് ഡിനോമിനേറ്ററിൽ. ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ്. സോ number of black balls to be put in the bag so that the probability of getting a black ball is 1/2. നമ്മൾ കുറച്ച് ബ്ലാക്ക് ബോൾസും കൂടെ എവിടെ ഇടുന്നു? ഈ ബോക്സിനകത്ത് ഇടുന്നു, ബാഗിനകത്ത് ഇടുന്നു. എന്നിട്ട് നമ്മളൊരു ബ്ലാക്ക് എടുക്കുന്നു എങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ആണ് കുറച്ച് ബ്ലാക്ക് ബോൾസ് ഇടുന്നു. ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബ്ലാക്ക് എടുക്കുന്നു. അതിൻ്റെ പ്രോബബിലിറ്റി 1/2 ആണെങ്കിൽ എത്ര ബോൾസ് ആണ് നമ്മൾ ഇട്ടത്, എത്ര ബ്ലാക്ക് ബോൾസ് ആണ് നമ്മൾ ഇട്ടത്. നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് എക്സ്. ഇവിടെ ഇപ്പം എത്ര ബ്ലാക്ക് ബോൾസ് ആയി? ഇൻ ദ സെക്കൻഡ് കേസ് 4 + x. ടോട്ടൽ 11 + x. പ്രോബബിലിറ്റി ഈസ് 1/2. ജസ്റ്റ് ഒന്നുകൂടെ വായിക്കാം. Find the number of black balls to be put in the bag so that the probability of getting a black ball is 1/2. Cross multiplication. -3 ബോൾസും 3 ബോളും കൂടെ നമ്മൾ അതിനകത്ത് ഇട്ടപ്പോഴാണ് 3 + 4 എത്രയായി? 7. ടോട്ടൽ എത്രയായി? 40. 7/40, 100. Integers denoted by x from -5 to 5. Integers denoted by x from -5 to 5 are written in small paper pieces and placed in a box. നമ്മൾ -5 മുതൽ 5 വരെ കുഞ്ഞു പേപ്പർ സ്ലിപ്സ് എഴുതി നമ്മളൊരു ബോക്സിനകത്ത് ഇട്ടു. 1 is taken from the box at random. ഒരു സ്ലിപ്പ് നമ്മളതിൽ നിന്ന് എടുക്കും. What is the chance of getting an integer mod x less than 3? mod x less than 3 എന്ന് വരുമ്പോൾ ഇവിടെ -5 to -5, -4, -3, -2, -1, 0, 1, 2, 3, 4, 5. എത്ര നമ്പേഴ്സ് ഉണ്ട്? 5, 6, 7, 8, 9, 10, 11.
അല്ലേ? ടോട്ടൽ 11 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മോഡ് എക്സ് ലെസ് ദാൻ 3, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ലെസ് ദാൻ 3 ആയിരിക്കും. എങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി മോഡ് എക്സ് ലെസ് ദാൻ -3 വരുന്ന ഏതൊക്കെയാണ്? -2, -1, 0, 1, 2. 3 ആണെങ്കിൽ ഈക്വൽ ടു 3 ആകും അല്ലേ? 1, 2, 3, 4, 5. 5. Next question. centimeter AB. Find radius. Sin 35. 0.57. അറിയാവുന്ന റിസൾട്ട് ഇങ്ങനെ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്. നമുക്കറിയാം റിസൾട്ട് എന്താ? ബി സി ഇസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ എ. ഇവിടെ ബിയും സിയും ഇല്ലാത്ത ലെറ്റർ അവിടെ വരും. നമുക്ക് എ സി ആണ് കാണുന്നുണ്ടെങ്കിലും 2r സൈൻ ബി, എ ബി ആണെങ്കിൽ 2r സൈൻ സി. ആ ഫോർമുലയാണ് അപ്ലൈ. This angle is equal to 35 degree. So, AB is equal to 2r sin 35. So, r is equal to AB divided by 6 by 2 into sin 35. (300 divided by 57). centimeter. ABCD is a parallelogram. 12 centimeter, 8 centimeter. This angle is equal to 63 degree. A part. Find the distance between longer sides. Longer sides ഏതൊക്കെയാണ്? AB and DC അല്ലേ? അത് തമ്മിലുള്ള distance. Find the perpendicular distance between the longer sides. Sin 63. Perpendicular opposite by sin 63 0.9. H is equal to 8 into 0.9, 7.2 centimeter, 7.2 centimeter. Second part, area. Area of a parallelogram, base into height. Base into height. Area of parallelogram, base into height. 12 into
86 square centimeter. A, B, C, D is a parallelogram. 6, 5, 9, 10, D, 8, 7. A, B, C, D is a parallelogram. Line C. Length of diagonals ഒക്കെ ചോദിക്കും. ഇവിടെ ബിയും ഡി ഡയഗണൽ ബി ഡിയുടെ 2 എൻഡ് പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഏതാണ് തന്നിരിക്കുന്ന ഇത് വെച്ചിട്ട് നമുക്ക് ഇത് കാണാം. 9 + 8 x coordinate of C. x is equal to C, xy നോക്കാം C. x is equal to 9 + 8 - 6. നമുക്ക് ഒരു ഡയഗ്രാമിൽ 2 എൻഡ് പോയിന്റ് തന്നിരിക്കുന്ന ഏതാണെന്ന് നോക്കുക. അത് എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കാണേണ്ട അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് എ. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് -9 + 8 - 6 11. y coordinate 10 + 7 - 5. Therefore C is the point 11, sum of first 10 terms of an arithmetic sequence. As arithmetic sequence 2/3 n² plus 1/3 n. 1. First term and common difference, algebraic form. First term and common difference. ഇവിടെ സം ഓഫ് n ടേംസ് അല്ലെങ്കിൽ ആൽജിബ്രൈക് ഫോം തന്നാലും ഫസ്റ്റ് ടൈം കാണാൻ ഈ എന്നിൻ്റെ സ്ഥാനത്ത് വന്നു കൊടുക്കാം. n is equal to 1. ഫസ്റ്റ് ടേം is equal to 2/3 × 1² 1. 1/3 × 1. സെയിം ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ പ്ലസ് ചെയ്യാം. എന്നിന് 2 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? സം ഓഫ് ഫസ്റ്റ് 2 terms. x1 + x2 4 × 2 8/3 + 2/3 that is 10/3. അതിൽ x1 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടേം 1. 1 + x2 is equal to 10/3. So x2 is equal to 10/3 - 1. 10 - 3. Common difference 7/x2 - x1. 7 - 3 4/3. D കിട്ടി, A കിട്ടി, ഫസ്റ്റ് ടൈം കിട്ടി. സെക്കൻഡ് പാർട്ട് ആൾജിബ്രൈക് ഫോം. ആൾജിബ്രൈക് ഫോം എന്ന് വരാം, ചിലപ്പോൾ എന്ത് ടേം എന്ന് വരാം. എന്ത് ടേം തന്നെയാണ് ആൾജിബ്രൈക് ഫോം കിട്ടും. xn a + n - 1 × d. 1 + n - 1 × 4/3. 1 + 4/3 n - 4/3. 1 - 4/3 - 1/3. നമ്മൾ ആൾജിബ്രൈക് ഫോമിൽ എഴുതുമ്പോൾ എപ്പോഴും എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും എപ്പോഴും സൈൻ ഉൾപ്പെടെ പോസിറ്റീവ് 4/3 കാണിക്കാം, -4/3 കാണിക്കാം. അതായിരിക്കും അതിൻ്റെ കോമൺ ഡിഫറൻസ്. അപ്പം 3 - 2n കോമൺ ഡിഫറൻസ് ഉണ്ട്, -2 ഇവിടെ 4/3.
എല്ലാം സർക്കിളിൻ്റെ ടാൻജൻ്റാണ്. ടു പ്രൂവ് AB plus DC is equal to AD plus BC. ASും AP എന്ന ടാൻജൻസ് ആണ്. AS AP is equal to AS. BP is equal to BP. Tangents. CR is equal to CP. DR is equal to DS. എല്ലാം ടാൻജൻ്റ്. എന്താ പ്രൊവൈഡ് AB പ്ലസ് DC. AB എന്നൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. AP പ്ലസ് BP. DC DR പ്ലസ് CR. AP AS BP. APക്ക് പകരം AS എഴുതാം. BP നമുക്ക് കിട്ടേണ്ടത് ADയും BCയിലോട്ടാണ്. DR DS CR C S അവസാനിക്കുന്ന രണ്ടെണ്ണം ഒന്ന് നോട്ട് ചെയ്യണം. AS പ്ലസ് DS B2 പ്ലസ് C. ASും DSും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? AD. B2 C2 ആഡ് ചെയ്താൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ ഒരു പാരലോഗ്രത്തിലാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല. ABCD is a parallelogram. To prove ABCD is a rhombus. ഇങ്ങനെ ഒരു പാരലോഗ്രത്തിൽ ടച്ച് ചെയ്യുക. ABCD എന്താണെന്ന് പ്രൂവ് ചെയ്യണം? റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. AB പ്ലസ് DC എന്ത് വരും? AD പ്ലസ് BC. പാരലോഗ്രത്തിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. BCക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? AB. AD BCക്ക് പകരം AB. 2AB is equal to 2AD. AB is equal to AB. പാരലോഗ്രത്തിൽ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയത് എന്തായിട്ട് മാറും? ഇറ്റ് ഇസ് എ റോംബസ്. therefore ABCD is a rhombus. ഇങ്ങനെ ചോദിക്കാൻ CBCക്ക് നല്ല ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും. ABCD ക്വസ്റ്റ്യൻ ഇതാണ്. ABCD is a rhombus. ഇപ്പം നമ്മൾ എഴുതിയ സെയിം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ABCD is a parallelogram. These sides are the tangents of a circle. To prove ABCD is a rhombus. ഇങ്ങനെ ചോദിച്ചാൽ എഴുതുക. ഇത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റിലും ഉണ്ട്. ഇങ്ങനെ റിസൾട്ട് ഉണ്ടല്ലോ. AD പ്ലസ് DC is equal to AD പ്ലസ് BC. Find the coordinate of a point. On x-axis, which are equidistant from a minus 5, 8. The point പേരില്ലെങ്കിൽ നിങ്ങളൊരു പേരും കൊടുക്കാൻ പറ്റും. And B 6 minus 4. Find a point on x-axis. So P x-axis ഒരു പോയിന്റ് ആയിട്ട് എടുക്കും. x-axis ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ y കോർഡിനേറ്റ് എന്താണ്? 0. PA is equal to PB. ഈ പോയിന്റിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. നമുക്ക്
ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് ഓഫ് അതുകൊണ്ട് സ്ക്വയർ ചെയ്യും. റൂട്ട് സിമ്പിൾ അങ്ങ് മാറും. x minus minus 5 x plus 5 the whole square y minus 8 the whole square is equal to x minus 0 minus 8 minus 8 minus 8 x minus 6 the whole square minus 4 the whole square minus minus plus minus plus square into opposite x square plus 10x plus 25 plus 64 x square minus 12x plus 36 plus 60 x square x square minus 37. So the point is regular hexagon. Circle regular ആണ് വിചാരിച്ചത്. പോയിന്റ് ഗ്രാം പാസ് ചെയ്യുന്നത്. Diagonals intersected 0 origin. Regular hexagon. Regular means all sides are equal, all angles are equal. All sides are 6 cm. Okay, 6 equilateral triangles ചേരുമ്പോഴാണ് ഇത് ഒരു റെഗുലർ ഹെക്സഗൺ ഫോം ചെയ്യുന്നത് അല്ലേ. ഇവിടെ എന്ത് ആംഗിൾ ആയിരിക്കും? 60. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. ABCD is a regular hexagon. Diagonals intersected origin. Find ABCDEF എല്ലാ പോയിന്റ്സും കാണും. sin 60 root 3 by 2 cm by 6 cm is equal to 3 root 3 cos 60 point by 6 ഇതേപോലെ തന്നെ ഇവിടെ 66 കോയിൻ ഈസ് ഈക്വൽ ടു cos 61 by 2 ഇവിടെ ലെഫ്റ്റ് ഓഫ് ഒറിജിൻ ആണ് നെഗറ്റീവ് പോസിറ്റീവ് ആ ഒരു മാറ്റേ വരും. Therefore C is the point 3 comma 3 root 3 first quadrant ലെഫ്റ്റ് ഓഫ് ഒറിജിൻ ഇവിടെ B എന്തായിരിക്കും? -3 3 സിയുടെ നേരെ താഴെ റെഗുലർ ഹെക്സഗൺ ആണ്. ഇവിടെ E എന്ന് പറയുന്നത് സി നമുക്ക് എന്ത് കിട്ടി? 3 E is the point. y കോർഡിനേറ്റ് മാത്രം നെഗറ്റീവ്. B നമുക്ക് എന്താ കിട്ടി? -3 3 root 3. F എന്ന് പറയുന്നത് -3 -3 root 3. D ഇതുവരെ 6 അല്ലേ. A -6 7 1 2 അടുത്ത വീഡിയോ നാളെ ഒരു വീഡിയോ ഇടാം. നാളെ എക്സാം നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ.
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും താങ്ക്സ്.